ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. ഓം ആത്മസഹോദരങ്ങളെ, എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് തലശ്ശേരി ശ്രീ ജഗന്നാഥ ക്ഷേത്രം. പ്രതിഷ്ഠ നടത്തിയത് 1908 ഫെബ്രുവരി 13-നാണ്. കൊറ്റത്ത് രാമുണ്ണി വക്കീല്, കെ കൃഷ്ണൻ BA BL, ഗോവിന്ദൻ ശാസ്ത്രികൾ ഇവർ തലശ്ശേരിയിൽ ഒരു ക്ഷേത്രം പണിയണമെന്ന് ആവശ്യമായി ഗുരുദേവനെ വന്ന് കണ്ടു. ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ മുന്നോടിയായി അവിടെ ഒരു ഈഴവ സമാജം രൂപീകരിക്കുന്നതിനായി കുമാരനാശാനെ ഏർപ്പെടുത്തി. അങ്ങനെ കുമാരനാശാന്റെ നേതൃത്വത്തിൽ അവിടെ ഒരു സഭ രൂപീകരിച്ചു. അതിന് ജ്ഞാനോദയമെന്ന് പേരും ഇട്ടു. സഭ അംഗങ്ങൾ കൂടുതലും പാവപ്പെട്ടവരായിരുന്നു. ഗുരുദേവൻ 1081 ധനുമാസത്തില് 1908 ഗുരുദേവനും കൂട്ടരും മംഗലാപുരത്തെ വില്ലവ സമുദായക്കാരുടെ അപേക്ഷ പ്രകാരം അവിടെ എത്തി. അവിടെ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഗോകർണനാഥ ക്ഷേത്രത്തിൻ്റെ ആവശ്യമായ ഉപദേശങ്ങൾ നൽകിയതിനു ശേഷം നേരെ തലശ്ശേരിക്ക് വന്നു. ഇവിടെ ഒരു ക്ഷേത്രത്തിനുള്ള കുറ്റി തറച്ചു. കൊറ്റത്ത് രാമുണ്ണി ഏപ്രിൽ മാസത്തിൽ ക്ഷേത്രത്തിന് തറക്കല്ലിട്ടു. കല്ലിടിയിൽ കർമ്മം കഴിഞ്ഞെങ്കിലും എങ്ങനെ പണി പൂർത്തിയാകും എന്നുള്ള ആശങ്കയിലായിരുന്നു എല്ലാ പേരും. കാരണം അവിടുത്തെ ജനങ്ങൾ അത്രയും ദാരിദ്ര്യം പിടിച്ചവരായിരുന്നു. അവരുടെ ആശങ്ക മനസ്സിലാക്കിയ ഗുരുദേവൻ അവരോട് പറഞ്ഞു, ക്ഷേത്രം തന്നെ ക്ഷേത്രത്തെ ഉണ്ടാക്കിക്കൊള്ളും, ആരും വിഷമിക്കണ്ട. ഗുരുദേവൻ പറഞ്ഞ പ്രകാരം അമ്പലം കെട്ടുന്നതിന് ഒരു ബോർഡ് വെച്ചു. അവിടെ ഒരു ഭണ്ഡാരപ്പെട്ടിയും വെച്ചു. പാവപ്പെട്ട ജനങ്ങളെല്ലാം ഭണ്ഡാരപ്പെട്ടിയിലേക്ക് അവരാൽ കഴിയുന്ന പണം നിക്ഷേപിച്ചു. അങ്ങനെ ഒരു വർഷം കൊണ്ട് 7568 രൂപ കിട്ടി. ആയിരത്തി 1983 ഗുരുദേവൻ വീണ്ടും തലശ്ശേരിക്ക് വന്നു. തലശ്ശേരിയിൽ ഈഴവർ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന വാർത്ത നാടെങ്ങും പരന്നു. സവർണ പ്രതിഷ്ഠ നിഷേധവുമായി അവർ എല്ലാവരും ഓടിയെത്തി. മണ്ണന്തല മൂസതും കുറേ പണ്ഡിതന്മാരും ഗുരുദേവനെ വാദിച്ച് ജയിക്കാനും ഈഴവർക്ക് ശിവനെ പ്രതിഷ്ഠിക്കാൻ അധികാരമില്ലെന്ന് വാദിക്കാനുമായി ക്ഷേത്രത്തിലേക്ക് പുറപ്പെടും. ഈ വിവരം ശിഷ്യന്മാർ ഗുരുദേവനെ അറിയിച്ചു. അവർ വന്നുകൊള്ളട്ടെ, ആരും തടയണ്ട എന്ന് ഗുരുദേവൻ മറുപടിയും പറഞ്ഞു. നിശ്ചയിച്ച പോലെ മൂസതും കൂട്ടരും അമ്പലത്തിലെത്തി. മൂസത് സംസ്കൃതത്തിലാണ് സംഭാഷണം തുടർന്നത്. അപ്പോൾ ഗുരുസ്വാമികൾ പറഞ്ഞു, മലയാളത്തിൽ പറഞ്ഞാൽ മതി, കാര്യം ഇവിടെ ഇരിക്കുന്ന ജനങ്ങൾക്ക് സംസ്കൃതം അറിയില്ല. മൂസതും കൂട്ടരും വാദഗതികൾ തുടർന്നു. കുമാരനാശാൻ തൻ്റെ വാദഗതികൾ കൊണ്ട് മൂസതിനെയും കൂട്ടരെയും ഉത്തരം മുട്ടിച്ചു. വാദപ്രതിവാദം ഉപസംഹരിച്ചുകൊണ്ട് ഗുരുദേവൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ശാസ്ത്രമെല്ലാം സമ്മതിക്കാം, പക്ഷേ ഇവിടെ നാം നമ്മുടെ ശിവനെയാണല്ലോ പ്രതിഷ്ഠിക്കുന്നത്. അത് പാടില്ലെന്ന് ഈ ശാസ്ത്രങ്ങളിൽ എങ്ങാൻ നിങ്ങൾ കണ്ടുവോ? മൂസത് നിന്ന് വിയർത്തതല്ലാതെ ഒന്നും മറുപടി പറയാൻ കഴിഞ്ഞില്ല. 1908 ഫെബ്രുവരി 1083 കുംഭം 1-ാം തീയതി ഗുരുദേവൻ ക്ഷേത്രത്തിൽ ശിവപ്രതിഷ്ഠ നടത്തി. ജഗന്നാഥ ക്ഷേത്രം എന്ന് പേരും ഇട്ടു. ക്ഷേത്രത്തിലെ ഒരു വിഭാഗം ആൾക്കാർ ഹരിജനങ്ങളെ ക്ഷേത്രത്തിൽ കയറാൻ അനുവദിച്ചില്ല. മൂർക്കോർത്ത് കുമാരനും അനുയായികളും എല്ലാവർക്കും ക്ഷേത്രത്തിൽ കയറാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചു. അവസാനം 2 കൂട്ടരും ഗുരുദേവന്റെ തീരുമാനത്തിലേക്ക് വിട്ടു. ഗുരുദേവൻ ഹരിജനങ്ങളെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ അടുത്ത നിർദ്ദേശം അവർ വെച്ചു, 1 വർഷം കഴിയട്ടെ, അപ്പോൾ ആലോചിക്കാമെന്ന്. ഇത് കേട്ട് ഗുരുദേവൻ കുറേ നേരം ധ്യാനത്തിലിരുന്നു. പെട്ടെന്ന് ആകാശം ഇരുണ്ടു. വലിയ ഒരു മഴ പെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഗുരുദേവൻ അവരോട് ചോദിച്ചു, ഇനി ആകാമല്ലോ, 1 വർഷം കഴിഞ്ഞല്ലോ,
ഗുരുദേവന്റെ ഈശ്വര ചൈതന്യം തിരിച്ചറിഞ്ഞ് അവർ ഒന്നും മിണ്ടിയില്ല. അങ്ങനെ എല്ലാവരുടെയും സമ്മതത്തോടുകൂടി ഗുരുദേവൻ അവിടെ ഉണ്ടായിരുന്നവരോട് ക്ഷേത്രത്തിലേക്ക് വരാൻ പറഞ്ഞു. ഈ വാക്കുകൾ കേട്ട മാത്രയിൽ തന്നെ മൂക്കോത്ത് കുമാരൻ ഗുരുദേവനെ ദണ്ഡ നമസ്കാരം നടത്തി. മുൻപ് ഒരിക്കൽ പോലും കുമാരൻ ഗുരുവിനെ നമസ്കരിച്ചിട്ടില്ല. വികാര വിക്ഷോഭത്താൽ ഏറെ നേരം വിതുമ്പിക്കരയുന്നതായും ദൃക്സാക്ഷികൾ പറയുമായിരുന്നു. ഗുരുദേവന്റെ തീരുമാനത്തിന് കാത്തുനിന്ന ഹരിജനങ്ങൾ ഓടി വന്ന് സന്തോഷ ആധിക്യത്താൽ വീണുകിടന്ന് ഗുരുദേവനെ നമസ്കരിച്ചു. സാധുക്കളുടെ സന്തോഷം കണ്ട് ഗുരുദേവന്റെ കണ്ണിൽ നിന്നും അശ്രുഗണങ്ങൾ ധാരയായി പെയ്തിറങ്ങി. അങ്ങനെ രണ്ടാമതും ഗുരുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠാ സമയമായിരുന്നു ആദ്യത്തെ കണ്ണുനീർ പ്രവാഹം. തലശ്ശേരിയിലെ ഈ ക്ഷേത്രത്തിന് ജഗന്നാഥം എന്ന് പേരിട്ടതിന് ഒരു കാരണമുണ്ടായിരുന്നു. ഇന്ത്യയിലെ പ്രധാന ഹിന്ദു ക്ഷേത്രമായ ഒറീസയിലെ ജഗന്നാഥ ക്ഷേത്രം, അവിടെ ജാതി വിവേചനമില്ല. അതേപോലെ തന്നെ ഈ ക്ഷേത്രത്തിലും ജഗന്നാഥ ക്ഷേത്രം എന്ന് പേര് കൊടുത്താൽ എല്ലാവർക്കും ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാനുള്ള ആ വിശാലമായ മനസ്കത ഉണ്ടാകും എന്ന് ഗുരുദേവൻ പ്രതീക്ഷിച്ചു. ഈ ക്ഷേത്രത്തിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട്. ഗുരുദേവൻ ജീവിച്ചിരുന്ന സമയത്ത് തന്നെ ഗുരുവിൻ്റെ പഞ്ചലോഹ വിഗ്രഹം ഈ ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയിൽ തെക്കോട്ട് ദർശനമായി 1927 മാർച്ച് 12 അർദ്ധരാത്രി ശ്രീ ബോധാനന്ദ സ്വാമികൾ പ്രതിഷ്ഠിച്ചു. ബോധാനന്ദ സ്വാമികൾ ആദ്യമായിട്ട് ഗുരുദേവനെ കാണുന്നതും ഈ ക്ഷേത്രത്തിൽ വെച്ചാണ്. സഹോദരങ്ങളെ, ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഇന്നത്തെ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു. നാളെ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഗുരുവോ.